ഇതാണ് സകലമാന അന്വേഷണ ഏജൻസികളെയും കബളിപ്പിച്ച് പതിറ്റാണ്ടുകളായി ഒളിവിൽ കഴിയുന്ന സാക്ഷാൽ സുകുമാരക്കുറുപ്പ്. 1984 കൊലപാതകത്തിന് പിന്നാലെ ഒളിവിൽ പോയ അപ്പിടി. ഞാൻ പറയും, എന്റെ പൊന്നു കുറുപ്പേട്ടാ, നിങ്ങൾ മുങ്ങിക്കോ. നിങ്ങളെ പിടിച്ച പിന്നെ എന്നാ ഒരു രസം. ഇവന്മാര് നാളെ അതങ്ങ് മറക്കും. ഇപ്പോഴാണെങ്കിലോ ഒരു 200 കൊല്ലം കഴിഞ്ഞാലും നിങ്ങൾ അവിടെ കണ്ടു ഇവിടെ കണ്ടു. മൂക്കൊന്ന് നോക്കിക്കേ. അങ്ങനെയൊക്കെയാണോ അന്വേഷിക്കണ്ടേ? മൂക്ക് മാത്രം നോക്കിയാണോ അന്വേഷിക്കണ്ടേ? ജോർജ് ജോസഫ് നമസ്കാരം. PK ഗോപാലകൃഷ്ണക്കുറുപ്പ്, അതായത് സുകുമാരക്കുറുപ്പ്, നമ്മുടെ കേരളത്തിൽ തന്നെ കുപ്രസിദ്ധനായ ഒരു കൊലയാളിയാണ്. ഇതുവരെക്കാട്ട് പിടികിട്ടാ പുള്ളിയാണ് അല്ലേ. ഒരു കൊല ചെയ്തിട്ട് മുങ്ങിയ ഒരാളാണ്. 1984 ഈ ഒരു കേസ്. നമ്മൾ എപ്പോൾ പറയുമ്പോൾ കുറ്റവാളികളെ പിടികിട്ടാ പുള്ളികളുടെ ലിസ്റ്റ് വരുമ്പോൾ സുകുമാരക്കുറുപ്പ് എന്ന് പറയുന്ന ഒരു പേര് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. ആ സുകുമാരക്കുറുപ്പ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ കണ്ടത് സുകുമാരക്കുറുപ്പാണോ എന്നാണ് എന്റെ സംശയം. തമാശയാണ്. ഓക്കെ, അതായത് ഇന്നലെ രാവിലെ ഒരു ന്യൂസ് വരുന്നു. പോലീസ് ക്രൈംബ്രാഞ്ച് പറയുന്നു സുകുമാരക്കുറുപ്പ് ഹൃദ്രോഗം വന്നു മരിച്ചു, ഇനി ആ കേസ് ക്ലോസ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞൊരു വാർത്ത വരുന്നു. തൊട്ട് വൈകുന്നേരം എനിക്കൊന്ന് 24 ന്യൂസ് പുറത്തു വിടുന്നു, ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് പുറത്തു വിടുന്നു. സുകുമാരക്കുറുപ്പ് ജീവനോടെ ഉണ്ട്, ഇന്നടുത്ത് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഫോട്ടോ സഹിതം പുറത്തു വിടുന്നു എന്നുള്ളതാണ്. ഇനി സുകുമാരക്കുറുപ്പ് ആരാണ്, എന്താണ് ഇങ്ങനെ ചെയ്ത കുറ്റം എന്നറിഞ്ഞൂടാത്തവർക്കായിട്ട് ഞാൻ പറയാം. 1984 ഈ പുള്ളി ഗൾഫിൽ ജോലി ചെയ്യായിരുന്നു. ഓക്കെ, ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു കമ്പനി ജോലി ചെയ്യായിരുന്നു. വീട്ടിൽ വന്നതിന് ശേഷം ഈ കമ്പനിയിൽ ഒരു ഇൻഷുറൻസ് ഉണ്ടല്ലോ, അതായത് പുള്ളി മരിച്ചു പോയി കഴിഞ്ഞാൽ ഒരു ഭീമമായ ഒരു തുക കമ്പനിക്ക് ഇൻഷുറൻസ് കിട്ടും. അപ്പൊ ഈ പുള്ളിയുടെ രൂപസാദൃശ്യമുള്ള ഒരാള്, ഫിലിം ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ്, ഒരു ചലച്ചിത്ര വിതരണ കമ്പനിയുടെ ഒരു ജീവനക്കാരനായിരുന്നു അന്ന്. അതായത് 1984 ഏതാണ്ട് 30 ലക്ഷം രൂപയാണ് ഇങ്ങനെ ഇൻഷുറൻസ് തുക. അപ്പൊ ഈ ചലച്ചിത്ര വിതരണ കമ്പനിയിലെ ഈ പറയുന്ന ജീവനക്കാരനെ തന്റെ സാദൃശ്യമുണ്ടെന്ന് കരുതി ഇങ്ങേര് എന്ത് ചെയ്തു, ഇങ്ങനെ കുറച്ച് കൂട്ടുകാരും കൂടി എന്ത് ചെയ്തു, പിന്നീട് അങ്ങേരുടെ കാർ ഡ്രൈവർ എന്തോ കാറ് വിളിക്കുന്നു, കൂടെ പോകുന്നു, അങ്ങേര് മയക്കുമരുന്ന് കൊടുത്തു മയക്കുന്നു. അതിനുശേഷം പുള്ളി അതിനകത്ത് ചുട്ടുകരിച്ച് കൊല്ലുന്നു. ഓക്കെ, ഇതാണ് സംഭവം. അതിനുശേഷം ഇങ്ങേര് ഒളിവിൽ, അത് സുകുമാരക്കുറുപ്പ് ഒളിവിൽ പോകുന്നു. ബാക്കി കൂടെ നിന്നവരെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നു. പിന്നീട് പോലീസിന്റെ അന്വേഷണത്തിന് മനസ്സിലായി ഇത് സുകുമാരക്കുറുപ്പല്ല മരിച്ചത്, ഇത് ഒരു കൊലപാതകമാണ്, പുള്ളിക്ക് ഇൻഷുറൻസ് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു കൊലപാതകമാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. അതിനുശേഷം ഈ പറയുന്ന സുകുമാരക്കുറുപ്പ് ഒളിവിൽ പോകുന്നു. ഇതുവരെയായിട്ടും സുകുമാരക്കുറുപ്പിനെ കാണുവാനേ ഇല്ല. സുകുമാരക്കുറുപ്പ് എവിടെയാണെന്നോ എന്താണെന്നോ ഒരു പിടുത്തവും ഇല്ലായിരുന്നു. 40-40 വർഷമായി എന്നുള്ളതാണ്. ഇപ്പോ 24 ന്യൂസ് ആണ് ഇതിപ്പോ ഒരു ബിഗ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞതുപോലെ ഒരു സാധനം പുറത്തുവിട്ടിരുന്നു. സുകുമാരക്കുറുപ്പ് ജീവനോടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, എനിക്ക് അതിന്റെ കൂടെയുള്ള വാർത്തയും കാര്യങ്ങളും എന്തുകൊണ്ടാണ് സുകുമാരക്കുറുപ്പിന്റെ വീട് ഉൾപ്പെടെ അവർ പറയുന്നുണ്ട്. വാർത്തയും കാര്യങ്ങളൊക്കെ നമുക്ക് വയ്ക്കും. അതിനു മുമ്പേ ഞാൻ ആലോചിക്കുന്നത്, ഇത്രയും കൊല്ലമായിട്ട് പിടികിട്ടാ പുള്ളിയ ഒരു സംഭവം, ഇവർ ഈ ഒരു വാർത്ത വെളിയിൽ വിട്ടത് ശരിയാണോ എന്നുള്ളതാണ്. ഇപ്പൊ ഈ വാർത്ത വെളിയിൽ വിടുമ്പോ ഇനി അവൻ അറിയില്ല, അവൻ വീണ്ടും മുങ്ങില്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അതുപോലെ ഈ ഒരു ഫോട്ടോ ഇവർ ഇത്രയും ഉറപ്പിച്ച് പറഞ്ഞത് അത്ര ഉറപ്പുണ്ടോ എന്നുള്ളതാണ്. ഈ പുള്ളി തന്നെയാണ് സുകുമാരക്കുറുപ്പ് എന്ന് ഉറപ്പുണ്ട്. പഴയ ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോയും വെച്ച് നോക്കുമ്പോൾ വലിയ സാമ്യമൊന്നും തോന്നുന്നില്ല. ഇത്ര ഉറപ്പുണ്ടോ എന്നുള്ളതാണ്. ഇനി ഉറപ്പില്ലെങ്കിൽ ആലോചിച്ചിട്ട് അതല്ല, വേറൊരാളാണത്. എനിക്കാണെങ്കിൽ ആലോചിച്ച് നോക്ക്, എനിക്ക് അങ്ങനെയാണെങ്കിൽ ആ പുള്ളിക്ക് ഉണ്ടാകുന്നതായ മാനനഷ്ടം, മാനസിക വിഷം എന്താണെന്ന് ആലോചിച്ച് നോക്ക്. പക്ഷെ ഇത് നമ്മൾ വരുന്ന വാർത്തകൾ അനുസരിച്ച് പറയുന്ന എന്താണ്, പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് ഇത് പുള്ളി തന്നെയാണ് എന്ന് അവർക്കൊരു 100% ഉറപ്പുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ട് ഈ പുള്ളിയെ പിടിക്കുന്ന മുമ്പ് ഈ ഒരു വാർത്ത ഇട്ടു എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. പുള്ളിയെ പിടിക്കണമല്ലോ, നിങ്ങൾ ഇത് രഹസ്യമായിട്ട് വെച്ച് പോലീസിനെ അയക്കുന്നതിന് പകരം അയച്ച പുള്ളിയെ പിടിച്ചതിന് ശേഷമല്ലേ ഈ വാർത്ത കൊടുക്കാനുള്ളത്. അതിനു മുമ്പ് നിങ്ങൾ എന്തിനു ഈ വാർത്ത കൊടുത്തു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പൊതുവെ എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇവര് നേരത്തെ, ഇപ്പൊ നമ്മുടെ ആഭ്യന്തരമന്ത്രി എന്നെ പറയുന്നുണ്ട്, നേരത്തെ പല മീഡിയക്കാരും എൻ്റെ അടുത്ത് സൂചിപ്പിച്ചു എന്നുള്ളതാണ്. പക്ഷെ അവർ ആക്ഷൻ എടുത്തില്ല എന്നുള്ളത്. പക്ഷെ വാർത്ത വന്നതിന് ശേഷമാണ് അവർ ആക്ഷൻ എടുത്തത് എന്നുള്ളതാണ്. അപ്പം അതും ഒരു പോയിന്റാണ്. നമ്മളിങ്ങനെ വിളിച്ച് പറയുന്നു ഒക്കെ ചെയ്യുമ്പോൾ ഇവർ മൈൻഡ് ചെയ്യില്ല, എത്ര വർഷം ഇത് ആര് തിരക്കണേ, എത്ര 40 കൊല്ലം ആയില്ല, ഇത് ആര് തിരക്കണേ എന്നുള്ളൊരു മൈൻഡ് ആയിരിക്കും. പക്ഷെ അവർ കേസ് എടുത്തില്ല, അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു നീക്കുപോക്കും ചെയ്തില്ല. പക്ഷെ വാർത്ത വന്നത് മാറില്ല. എല്ലാ ചാനലുകളും ഏറ്റെടുത്തപ്പോൾ അവനെ എന്ത് ചെയ്തു,
പിന്നീട് അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പം ആഭ്യന്തരമന്ത്രി പറയുന്നുണ്ട്. ചെന്നിത്തല ഇപ്പം പറയുന്നുണ്ടല്ലോ ഈ പറയുന്ന അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇനി ഈ പുള്ളി മിക്കവാറും പുള്ളിയുടെ ഫോൺ ഇപ്പം സ്വിച്ച് ഓഫ് ആണ് എന്നുള്ളതാണ്. പുള്ളി വിദേശത്ത് വളരെ സാമ്പത്തികമായിട്ട് എവിടെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ പിന്നീട് വലിയ നല്ലൊരു പൊസിഷനിൽ ഇരിക്കുകയാണ് എന്നുള്ളതാണ്. ഇനി വാർത്തയിലേക്ക് കടക്കാമെന്നുള്ളതാണ്. ഓക്കെ, വാർത്ത ഓരോന്നായിട്ട് ഞാൻ വെച്ച് തരാം. സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള ഏറ്റവും നിർണായകമായ ബിഗ് എക്സ്പ്ലോഷൻ വാർത്ത ഇപ്പോൾ പ്രേക്ഷകരെ അറിയിക്കുകയാണ്. പിടികിട്ടാപ്പള്ളി സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ട്. സുകുമാരക്കുറുപ്പിന്റെ ഏറ്റവും ഒടുവിലത്തെ ചിത്രമാണ് പ്രേക്ഷകർ കാണുന്നത്. 2023 ചിത്രീകരിച്ച എടുത്ത സുകുമാരക്കുറുപ്പിന്റെ ചിത്രം. അവസാനിക്കാത്ത ഒരുപാട് കഥകൾ, തീരാത്ത അന്വേഷണം, ഒരിക്കലും അറിയാത്ത പേരും മുഖവും വീണ്ടും കേരളത്തിന് മുന്നിലേക്ക് എത്തുന്നു. അധ്യായം അടയ്ക്കാറായിട്ടില്ല. കേരള പോലീസ് സുകുമാരക്കുറുപ്പിന്റെ ഫയൽ അടയ്ക്കാറായിട്ടില്ല. സുകുമാരക്കുറുപ്പിന്റെ ഫയൽ അദ്ദേഹം ഹൃദ്രോഗബാധിതനായി മരിച്ചു പോയിട്ടുണ്ടാകാം എന്ന വിലയിരുത്തലിൽ അന്വേഷണം അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന വാർത്ത രാവിലെയാണ് വന്നത്. ആ ഫയൽ അടയ്ക്കാറായിട്ടില്ല. 2023 ചിത്രം 24 പുറത്തുവിടുന്നു. സുകുമാരക്കുറുപ്പ് 2023 ഇപ്രകാരം ഇങ്ങനെ ഇരിക്കുന്നു. ഇതിനുശേഷം അയാൾ ഒളിത്താവളങ്ങൾ മാറിയിരിക്കുന്നു. ഒളിത്താവളത്തിന് തൊട്ടരികിൽ 24 വാർത്താ സംഘം ഒരു രാജ്യത്തുള്ള, രാജ്യം ഏതാണെന്ന് ഇപ്പോൾ പറയുന്നില്ല, ഒരു രാജ്യത്തുള്ള അദ്ദേഹമല്ല അയാളുടെ ഒളിത്താവളത്തിന് തൊട്ട് മുന്നിൽ 24 വാർത്താ സംഘം ഇവിടെയുണ്ട്. കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലി ചെയ്യുകയായിരുന്നു ഇയാൾ. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇവർക്കൊരു വാർത്തയാണ് ഇതിന് പ്രധാനം. ഇവർ പറയുന്നുണ്ട് ഈ പറയുന്ന എവിടെയാണ് ഞാൻ പറയുന്നില്ല, പിന്നെ ഇതൊക്കെ പറയുന്നുണ്ട്, എവിടെയാണെന്ന് പറയുന്നില്ല. ഇതാ ഇറക്കുന്നു ഇവിടെ ഇരിക്കുന്നത്. അതായത് അന്ന് രാവിലെ ക്രൈംബ്രാഞ്ച് അത് 2023 പുറത്തിറക്കിയ ചിത്രമാണിത്. ഇപ്പം 3-4 കൊല്ലമായി. ചിത്രം മാറിയിട്ടുണ്ടാവാം, ഇപ്പോഴും രൂപം മാറിയിട്ടുണ്ടാവാം. 2023 ഇവരിതിന്റെ പേക്കിലേ ആയിരുന്നു. രാവിലെ ക്രൈംബ്രാഞ്ച് ഈ കേസ് ക്ലോസ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇവരിത് പുറത്താക്കിയത് എന്നുള്ളതാണ്. ഇനിയും ഈ സുകുമാരക്കുറുപ്പ് ജീവിച്ചത് എവിടെയാണ് താമസിച്ചിരുന്നത്, അവങ്ങേരെ വീട് ഉൾപ്പെടെ പറയുന്നുണ്ട്, വീഡിയോ ഉണ്ട്, അതും കൂടി വെക്കാം. വീട് ഇതാണ് സകലമാന അന്വേഷണ ഏജൻസികളെയും കബളിപ്പിച്ച് പതിറ്റാണ്ടുകളായി ഒളിവിൽ കഴിയുന്ന സാക്ഷാൽ സുകുമാരക്കുറുപ്പ്. 1984 കൊലപാതകത്തിന് പിന്നാലെ ഒളിവിൽ പോയ ആ പിടികിട്ടാപ്പുള്ളി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന സത്യം 24 പുറത്തുവിട്ടു. ബ്രൂണയിലെ ഉൾപ്രദേശത്ത് സുകുമാരക്കുറുപ്പ് മാറി കഴിയുന്ന ഒളിത്താവളങ്ങൾക്ക് മുന്നിൽ 24 സംഘമെത്തി. മറ്റൊരു സുഹൃത്തിന് നേരത്തെ തന്നെ അറിയാമായിരുന്നു ഇദ്ദേഹം സുകുമാരക്കുറുപ്പാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം മുൻപ് സുകുമാരക്കുറുപ്പിന്റെ പാസ്പോർട്ട് അദ്ദേഹം കണ്ടിരുന്നു. ആ പാസ്പോർട്ടിൽ സുകുമാരക്കുറുപ്പ് എന്നുള്ള അദ്ദേഹം കണ്ടിരുന്നു. എന്നാൽ അത് ഇയാൾ കണ്ടു എന്ന കാര്യത്തിൽ സുകുമാരക്കുറുപ്പിന് ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. പിന്നീട് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യത്തിനൊന്നും അദ്ദേഹം നിന്നില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണ് പിന്നീട് ആ രണ്ടാമത്തെ സുഹൃത്താണ് ഇദ്ദേഹത്തോട് തന്ത്രപരമായ ഒരു ഫോട്ടോ എങ്കിലും എടുത്തു വെക്കണം എന്ന് ആവശ്യപ്പെടുന്നത്. അങ്ങനെ എടുത്ത ഫോട്ടോയാണ് ഇപ്പോൾ നമ്മൾ 24 ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. പേരുമാറ്റിയും ദുരൂഹത ഉണർത്തുന്ന പെരുമാറ്റവുമായി 4 നൂറ്റാണ്ടായി ബ്രൂണയിൽ ജീവിക്കുകയാണ് സുകുമാരക്കുറുപ്പ്. നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സുകുമാരക്കുറുപ്പ് സമ്പന്നനായി ജീവിക്കുന്നുവെന്ന് 24 അന്വേഷണത്തിൽ വ്യക്തമായി. മലേഷ്യയിൽ ജനിച്ച മലയാളിയെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ബ്രൂണയിലെ ഒളിവ് ജീവിതം. അബുദാബിയിലുള്ള ഭാര്യയും മകനുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. ഇന്ത്യൻ സമൂഹവുമായി, പ്രത്യേകിച്ച് മലയാളികളുമായി അകന്നാണ് സുകുമാരക്കുറുപ്പ് കഴിയുന്നത്. 80-നോടടുത്ത് പ്രായമുള്ള സുകുമാരക്കുറുപ്പ് ഇപ്പോഴും ആരോഗ്യവാനാണെന്ന് ബ്രൂണയിൽ സുകുമാരക്കുറുപ്പിനെ നേരിൽ കണ്ടവർ 24-നോട് പറഞ്ഞു. ഉള്ളത് പ്രായത്തിന്റെ ചെറിയ അവശതകൾ മാത്രം. മനസ്സിലായ ബ്രൂണയിലാണ് ഈ എന്ന് പറയുന്ന രാജ്യത്താണ് ഈ പുള്ളി ജീവിക്കുന്നത് എന്നുള്ളത്. അതായത് ഒരു സുഹൃത്തിന് ആദ്യം ഈ പുള്ളിയുടെ പഴയ പാസ്പോർട്ട് കിട്ടി. പുള്ളി ഇപ്പോഴും എന്തിനാ പഴയ പാസ്പോർട്ട് കൊണ്ട് കിടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ സുകുമാരക്കുറുപ്പാണെന്നുള്ളൊരു സംഭവം കിട്ടി. പുള്ളിയുടെ മറ്റൊരു സുഹൃത്ത് ഇതുവരെ നമ്മൾ ചർച്ചയായി. ഒരു ദിവസം വളരെ എന്ത് ചെയ്തു, ബുദ്ധിപൂർവ്വം ഇങ്ങനെ ഈ ഒരു ഫോട്ടോ എടുത്തു വെച്ചു. 2023 ഓക്കെ, എടുത്തു വെച്ചു എന്നുള്ളതാണ് ഇവർ അവകാശപ്പെടുന്നത്. ഇപ്പോഴും ഒരു പൂർണ്ണതയില്ല ഈ പുള്ളിയാണോ എന്നുള്ളത്. അപ്പം അബുദാബിയിലുള്ള തന്റെ ഭാര്യയെയും മക്കളെയും മകനെയും ഇവൻ ഇങ്ങനെ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഈ വാർത്തയൊക്കെ വന്ന് ഇങ്ങനെ ഇപ്പൊ മുങ്ങിയിട്ടുണ്ടാവും എന്നുള്ളതാണ് മറ്റൊരു കേസ്. ഇനി വേറൊരു സംഭവം വെച്ചേരമേ. കുറുപ്പ് ഇപ്പം എന്റെ മുമ്പിൽ വന്ന് നിന്നാ ഞാൻ പറയും, എന്റെ പൊന്നു കുറുപ്പേട്ടാ നിങ്ങൾ മുങ്ങിക്കോ, നിങ്ങളെ പിടിച്ച പിന്നെ എന്നാ ഒരു രസം. ഇവന്മാര് നാളെ അതങ്ങ് മറക്കും. ഇപ്പോഴാണെങ്കിലോ ഒരു 200 കൊല്ലം കഴിഞ്ഞാലും നിങ്ങൾ അവിടെ കണ്ടു ഇവിടെ കണ്ടു നീ മൈരന്മാര് പറഞ്ഞുകൊണ്ട് നടക്കും. സത്യമല്ലേ, 200 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തർ പറഞ്ഞുകൊണ്ട് നടക്കും എന്ന് പറയുന്നതിൽ കാര്യമുണ്ട്. ഇത് സത്യം. എനിക്ക് മനസ്സിലാവാത്തത്
ഇത് സത്യമാണോ എന്ന് എനിക്കറിയില്ല. സത്യമാണെങ്കിൽ എന്തുകൊണ്ട് ഇത് ഇങ്ങനെ വാർത്തയായിട്ട് അങ്ങനെ വീണ്ടും ഒളിവിൽ പോകില്ല എന്നുള്ളതാണ്. ഇനി സത്യമല്ലെങ്കിൽ ഇതൊരു നിരപരാധിയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അയാൾ ഇവർ ഇത്രയും പിന്നീട് ഇതുപോലെ ഫ്ലാഷ് ആയിട്ട് ഉറപ്പിച്ച് ഇത് സുകുമാരക്കുറുപ്പ് തന്നെ എന്ന് പറയണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേറെ തെളിവുകൾ ഇവരിൽ കാണും. അല്ലാതെ ഇങ്ങനെ ഒരു വാർത്താ ചാനൽ ഇങ്ങനെ വന്ന് പറയുമെന്ന് ഞാൻ കരുതുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ പോലീസ് ചിലപ്പോൾ ഇവർ കൊടുത്ത ന്യൂസ് പോലീസ് മുഖവിലക്കെടുക്കാതെ അത് അന്വേഷിച്ചില്ലായിരിക്കും. അവർ തന്നെ മന്ത്രിയെ പറയുന്നുണ്ട് 2 ദിവസം മുമ്പ്, കുറച്ച് ദിവസം മുമ്പ് എൻ്റെ അടുത്ത് ഇങ്ങനെ പലരും പറഞ്ഞു എന്നുള്ളത്. അപ്പൊ ഇവര് മൈൻഡ് ചെയ്യാത്തത് കൊണ്ട് അതിനുശേഷമാണെന്ന് പറയുന്നത് ഈ പറയുന്ന കേസ് ക്ലോസ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്രൈംബ്രാഞ്ച് രാവിലെ എന്ത് ചെയ്യുന്നു, വീടിയിടുന്നത്. ഓക്കെ, അതുകൊണ്ടായിരിക്കും ഇവരിത് പുറത്ത് വിട്ടത് എന്നുള്ളതാണ്. ഇനി നമ്മുടെ IG പുള്ളി പഴയ IG പറയുന്നുണ്ടെന്ന് നോക്കാം. ഇല്ല, അതിനകത്ത് അന്വേഷണം ഉണ്ടാകത്തില്ല. കാരണം ഇതുപോലെ ധാരാളം ആൾക്കാർ ഫ്രോഡ് പാസ്പോർട്ടുമായിട്ട് ലോകത്തിന്റെ പല ഭാഗത്തും മലയാളികളുണ്ട്. ഇതിനകത്ത് മേനോൻ തന്നെ സുകുമാരക്കുറുപ്പിന് അത്ര ബുദ്ധിയുള്ള ഒരാൾ വീണ്ടും ഒരു മലയാളിയുടെ പാസ്പോർട്ട് അയാൾ എടുക്കുമോ? അത് നമ്മൾ ചിന്തിച്ചാ നോർമലായിട്ട്. അത് തന്നെയല്ലേ പോർട്രേറ്റ് പാല ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ മൂക്ക്, അയാളുടെ മൂക്കൊന്ന് നോക്കിക്കേ. മൂക്ക് മാത്രം നോക്കിയാണോ അന്വേഷിക്കണ്ടേ? രണ്ട് ജോർജ് ജോസഫ്, ഇയാൾ നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടതിന്റെ അരമണിക്കൂറിലാണ് ഫോൺ സ്വിച്ച് ഓഫ് ആയി. എങ്ങനെ, എന്തിന്? നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടതിന്റെ വിത്തിൻ അരമണിക്കൂറിലാണ് ഫോൺ സ്വിച്ച് ഓഫ് ആയി. വൈ? മൂക്കോ? അതിപ്പം ഇങ്ങനെ ഷെയ്ഡി ക്യാരക്ടർ ആരായാലും ശരി അവനെ പറ്റി അന്വേഷിക്കുന്നുണ്ട്, അന്നേരം സ്വിച്ച് ഓഫ് ചെയ്യില്ലേ? അല്ല ജോർജ് ജോസഫ്, ഇയാൾ ഷെയ്ഡി ക്യാരക്ടർ ആണെങ്കിൽ ഈ ഷെയ്ഡി ക്യാരക്ടർ അറിയാവുന്ന ഒരാളെങ്കിലും ഉണ്ടാവില്ലേ? ഇപ്പൊ കേരളം പോലെ വാർത്താ സാധ്യതയുള്ള സ്ഥലത്ത് 3 മണി മുതൽ ഈ സമയം 7:30 വരെ നമ്മൾ വാർത്ത പുറത്തുവിടുമ്പോൾ ഇയാളൊരു ഷെയ്ഡി ക്യാരക്ടർ ആണെങ്കിൽ ഈ ഷെയ്ഡി ക്യാരക്ടർ അറിയാവുന്ന ആരെങ്കിലും എവിടെയെങ്കിലും ഈ രാജ്യത്തിന്റെ ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്തുണ്ടാവില്ലേ? ഒരാൾ പറയട്ടെ ഇത് ഞാനാണെന്ന്, അല്ലെങ്കിൽ എന്റെ അയൽവാസിയാണെന്ന്, അല്ലെങ്കിൽ ഇന്ന് ഷെയ്ഡി ക്യാരക്ടർ ആണെന്ന്. എന്തുകൊണ്ട് വരുന്നില്ല? ജോർജ് ജോസഫ് പറയുന്നത് അയാളുടെ മൂക്ക് ശരിയല്ല, ഇത് അയാളല്ല, എന്തുകൊണ്ടാണ് അയാൾ ഇങ്ങനെ വീണ്ടും മലയാളിയുടെ പാസ്പോർട്ട് എടുത്തത് എന്നുള്ളതാണ്. പക്ഷെ അവിടെ ഹാഷ്മി ഉറപ്പിച്ച് പറയുന്നത് മൂക്കോ, എന്തൊരു മൂക്ക്, ഇതാണ് ഷെയ്ഡി ക്യാരക്ടർ ആണെങ്കിൽ എന്തിനാ? അതായത് ഇവർ ഈ വാർത്ത കേട്ട് വിട്ട് 3 മണിക്കൂറിനകത്ത് പുള്ളിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്, പുള്ളി അവിടെ നിന്ന് മുങ്ങി എന്നുള്ളതാണ് സാരാംശം. ഓക്കെ, മറ്റൊരു വീഡിയോ. അല്ല എന്ന് ഇയാൾ സുകുമാരക്കുറുപ്പാണെന്ന് തെളിയിക്കാൻ എന്റെ മനസ്സിൽ സംശയം കൂടുതൽ വരാൻ വേണ്ടി ഇയാൾ ഒരു ദിവസം മലേഷ്യ പോകുന്നു പറഞ്ഞപ്പോൾ ഇയാളുടെ വണ്ടിയെ ഞാൻ ഫോളോ ചെയ്തു. ഒരു 3/4 മണിക്കൂർ കഴിയുമ്പോൾ തുങ്കുറോങ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ തുങ്കുറോങ്ങിലോട്ട് തിരിഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇയാൾ മലേഷ്യയിൽ പോകുന്ന തുങ്കുറോങ് വഴിയാണ്. തുങ്കുറോങ് വഴി പോകുമ്പോഴത്തേക്ക് അവിടെ മലേഷ്യയിൽ ഇറങ്ങാനും മറ്റുമൊക്കെ സൗകര്യങ്ങളുണ്ട്. അവിടെ പോയിട്ടാണ് ഇയാൾ മലേഷ്യയിൽ പോകുന്നത് പറഞ്ഞിട്ട് വരുന്നതെന്നുള്ളത് മനസ്സിലായി. അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ അപ്പോഴേ ഉറപ്പിച്ചു ഇയാള് ഞാൻ കണ്ട പാസ്പോർട്ടിലുള്ള ആള് തന്നെയാണ്. കാര്യം ഒരു ഇന്ത്യൻ പാസ്പോർട്ട് ഒരാളുടെ കയ്യിലിരിക്കണമെങ്കിൽ അയാളുടെ പാസ്പോർട്ട് അല്ലെങ്കിൽ അയാളുടെ പാസ്പോർട്ട് മറ്റൊരാളുടെ കയ്യിലിരിക്കില്ല, അയാളുടെ കയ്യിലിരിക്കും. അപ്പൊ ഇയാൾ ഒരു രേഖയില്ലാതാണ് മലേഷ്യയിൽ താമസിച്ചിരുന്നെന്നുള്ളത് 100% ഉറപ്പാണ്. പിന്നെ രണ്ടാമത് ഒരു 2019 ഇഷ്യൂ ചെയ്ത ഒരു പാസ്പോർട്ട് കോപ്പി കിട്ടിയിട്ടുണ്ടല്ലോ. ഈ പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇയാൾ ഇവിടെ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. അയാളൊരു കമ്പനിയിൽ കൊടുത്തതാണ്, ഇയാളുടെ പാസ്പോർട്ടായിട്ട് കൊടുത്തതാണ്. ആ കൊടുത്ത കോപ്പിയാണ് ഞങ്ങൾ എടുത്തിട്ട് SK തന്നിരുന്നത്. അപ്പൊ അതില് ഉള്ള പേരും കണ്ടല്ലോ, വേറൊരു പേരിലാണ് എടുത്തിരിക്കുന്നത്. അതിൽ ജോൺ മേനോനല്ല, സുകുമാരക്കുറുപ്പൊന്നും അല്ല. ഇത് ഇനി എനിക്ക് തോന്നുന്നത് ഇത്രയും എവിഡൻസ് കൊടുത്ത് അയാളുടെ ഫോൺ നമ്പർ തന്നു, അയാളുടെ ഫോൺ നമ്പർ വെച്ച് ട്രേസ് ചെയ്താൽ ഇയാൾ പിടിക്കാവുന്നുള്ളത് വളരെ ഈസി ആയിട്ട് പിടിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പാരിജാതൻ വേറെ കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ ഈ അന്വേഷണം ആരംഭിച്ചു, നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടു, തീർച്ചയായിട്ടും ഇയാളുടെ ബന്ധുക്കളൊക്കെ നാട്ടിൽ സജീവമാണ്, അവരൊക്കെ തന്നെ ഇയാളെ അറിയിച്ചിട്ടുണ്ടാകും. അപ്പൊ ഇയാളും ചിലപ്പോൾ അവരെ ബന്ധപ്പെട്ടിട്ടുണ്ടാകും. മാത്രമല്ല നമ്മൾ ഈ സംവാദം തമ്മിൽ സംപ്രേഷണം ചെയ്യുമ്പോൾ തന്നെ അത് അയാൾ കണ്ടു എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അയാളെ വേറെ ഏതെങ്കിലും താവളത്തിലേക്ക് മുങ്ങാനൊക്കെ സാധ്യതയുണ്ടല്ലോ. അയാൾക്ക് ബ്രൂണയിൽ നിന്ന് മുങ്ങി എയർപോർട്ട് വഴി മറ്റൊരിടത്തേക്ക് പോകാൻ പറ്റുമോ? അയാളുടെ കയ്യിൽ പാസ്പോർട്ട് ഉള്ളത് കൊണ്ട് 100% അയാൾക്ക് പോകാൻ കഴിയും. രണ്ടാമത് ഒരു 4 ദിവസത്തിന് മുമ്പ് ഞാൻ വിളിച്ചിരുന്നു. എന്റെ ഫോണിൽ നിന്ന് എന്റെ സുഹൃത്തിനെ കൊണ്ട് ഞാൻ വിളിപ്പിച്ചു. അയാൾ വളരെ ക്ലിയർ ആയിട്ട് സംസാരിച്ചു. അയാൾക്ക് അസുഖമൊന്നും ഉള്ളതായിട്ടുള്ളൊരു ലക്ഷണമൊന്നും കണ്ടിട്ടില്ല. അയാൾ വളരെ കൂളായിട്ട് ഞങ്ങളോട് സംസാരിച്ചു. അപ്പൊ ഞങ്ങൾ ചോദിച്ചൊരു ബിസിനസ് ഡിസ്കഷന് വേണ്ടി വരാൻ തയ്യാറാണ്. അപ്പൊ പറഞ്ഞു ഹോസ്പിറ്റലൈസ്ഡ് ആണ്, ഇപ്പൊ വരാൻ തയ്യാറല്ല, ഇപ്പോഴും വരാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. സംസാരത്തിൽ നിന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പൊ അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ട്. അദ്ദേഹം ഇവിടെ തന്നെ പല സ്ഥലങ്ങളിലും മാറി മാറി താമസിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു വ്യവസായമാണ് ബ്രൂണയിലുള്ള മറ്റൊരു വ്യവസായം. ഇങ്ങനെയാണ് ഈ ഒരു ചിത്രവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മനസ്സിലായി. അപ്പം പുള്ളി പറയുന്ന വെച്ചാൽ പുള്ളിയിലേക്ക് വേറെ പാസ്പോർട്ട് ഉണ്ട്, പുള്ളി ഇവിടെ ഇപ്പൊ തന്നെ സ്ഥലം വിട്ടിട്ടുണ്ടാവും എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് പുള്ളി ഹോസ്പിറ്റലാണ്, അതായത് ഹോസ്പിറ്റലൈസ്ഡ് ആണ്, അതായത്
84 വയസ്സായില്ലേ, അപ്പം വാർദ്ധക്യപരമായിട്ട് അസുഖവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. എനിക്കറിഞ്ഞൂടാ ഇവിടെയൊക്കെ സംസാരം കാര്യങ്ങൾ എനിക്കൊരു നമുക്ക് ഈ പറഞ്ഞ പോലെ ഇയാൾ തന്നെയാണോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല. പിന്നെ പുള്ളി സ്വിച്ച് ഓഫ് ചെയ്യുന്നു, ഫോൺ സ്വിച്ച് ഓഫ് ആകുന്നു, അങ്ങനെയൊക്കെ പുള്ളി അവിടെ നിന്ന് മുങ്ങിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ കുറ്റക്കാരനല്ലെങ്കിൽ മുങ്ങേണ്ട ആവശ്യമില്ല. അപ്പം പുള്ളി മുങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മേ ബി ആ പുള്ളി തന്നെ ആയിരിക്കുമെന്നാണ് ഞാനൊരു 90% പുള്ളി തന്നെ ആയിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലോജിക്ക് കൊണ്ട്. നിങ്ങൾ ഡോക്ടർ മസ്റ്റേ കമന്റ് നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.